അപ്പൊ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്പെഷ്യാലിറ്റി. ഇതൊരു ലേക്ക് സൈഡ് വ്യൂ പ്രോപ്പർട്ടിയാണ്. അതായത് ലേക്കും റിവർ, ഇത് റിവർ അല്ലേ, റിവർ എന്നും പറയില്ലേ? അല്ലല്ല, ലേക്കോ റിവറിന് ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ലേക്ക് ഇസ് ഡിഫറെന്റ്, റിവർ ഇസ് ഡിഫറെന്റ്. എനിക്ക് പേഴ്സണലി ചെറുപ്പം മുതലുള്ള കൺഫ്യൂഷൻ ആണ്, ഈ ലേക്കും റിവറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഡിഫറൻസ് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. സോ അത് പഠിച്ചാൽ നമുക്ക് തുടങ്ങാം. സോ ഞാൻ പറഞ്ഞത് ലേക്ക് സൈഡ് വ്യൂ പ്രോപ്പർട്ടി ആണ്. അപ്പൊ ലേക്ക് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടുത്തെ വെള്ളം നോക്ക്, ഈ വെള്ളം അനങ്ങുന്നുണ്ടോ? ലൈക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടോ? ഇസ് ദെയർ എ കറന്റ്? ലൈക്ക് അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല ഇല്ല. ഇറ്റ്സ് യൂഷ്വലി ഇങ്ങനെ സ്റ്റേ ആയിട്ട് നിൽക്കുന്ന വെള്ളം അല്ലേ, അതാണ് ലേക്ക്. റിവർ വിൽ ഹാവ് എ മറ്റേ ഫ്ലോ, ആ വെള്ളം ഇങ്ങനെ ഫ്ലോ ആയിക്കൊണ്ടിരിക്കും. ആൻഡ് യൂഷ്വലി റിവർ എന്ന് പറയുന്നത് ഒരു ബീച്ചോ, ബീച്ച് കടലായില്ലേ, അതില് വേവ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ റിവറും വേവ്സും തമ്മിൽ എന്താ ഡിഫറൻസ്? റിവറിൽ വേവ്സ് ഉണ്ടാവില്ല, ഇറ്റ്സ് ജസ്റ്റ് ഫ്ലോ ഓഫ് വാട്ടർ. വെള്ളം ഇങ്ങനെ ഫ്ലോ ആയിക്കൊണ്ട് പോകും. പ്ലസ് റിവർ വിൽ ബി നാരോ യൂഷ്വലി. ഇങ്ങനെ ഒരു ലേക്കിന് പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ഉണ്ടാവില്ല. അല്ലല്ല, റിവറിൽ എപ്പോഴും വെള്ളം ഇങ്ങനെ ഫ്ലോ ആയിക്കൊണ്ടിരിക്കും. അതിങ്ങനെ പോയി 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 ഈ നമ്മുടെ സീയിലൊക്കെ അല്ലെ ഓഷനിലൊക്കെ ചെന്ന് ചേരും. മനസ്സിലായോ? റിവർ ഐ മീൻ ഈ ലേക്ക് ഇങ്ങനെയല്ല. ലേക്ക് ഈ തടാകം, അതിന്റെ മലയാളമാണ് തടാകം. റിവർ ഇസ് നദി. നദി പോയി ചേരും കടലില്. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ഒരു ഇങ്ങനത്തെ ഇതിന് പ്രത്യേകിച്ച് ഷേപ്പും ഉണ്ടാവില്ല. കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് കുറച്ച് വൈഡ് ആയിരിക്കും, പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല. റിവറിന് പൊതുവേ ഒരു ഫ്ലോ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും റിവർ പോകുന്നത്. സോ ദാറ്റ് ഇസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ റിവർ ആൻഡ് ലേക്ക്. ഇപ്പൊ ക്ലിയർ ആണോ? ഏകദേശം എന്താ സംശയമുള്ള? അല്ല, എനിക്ക് കണ്ടാലേ മനസ്സിലായി. നീ ഇപ്പൊ ലേക്ക് കണ്ട് റിവർ ഒന്നും കൂടി പോയി കാണണം. പോയി നോക്കൂ, ഗൂഗിൾ ചെയ്തിട്ട് ഞാനിവിടെ റിവറിന്റെ ഒരു ഇമേജ് കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ റിവറിൽ പൊതുവേ ഒരു ഫ്ലോ ഓഫ് വാട്ടർ ഉണ്ടാവും, അത് ഒരിക്കലും വെള്ളം ഇങ്ങനെ നിൽക്കില്ല. അപ്പം ഇവിടെ ഈ ലേക്ക് സൈഡ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കാറ്റുണ്ട്. ആൻഡ് ഇതിപ്പം ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് 4:15 പക്ഷെ അപ്പം തന്നെ വെയിലൊക്കെ ഏറെക്കുറെ ആറി. വെയിലാറുന്നു തന്നെയല്ലേ പറയാം? വെയിൽ പോയി. ഓക്കെ ഓക്കെ. അപ്പം ഇവിടെ ഈ ലേക്ക് സൈഡ് വ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 4-4:30 ആകുമ്പോഴത്തേനും പുറത്തൊക്കെ വന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാം. അപ്പം ഒരു 4-4:30 ആകുമ്പോഴത്തേനും നമുക്ക് പുറത്തിറങ്ങാം എന്ന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? We can go out by 4 or 4:30. By 4:30. Yeah. Okay. So we can get out by 4:30. അല്ലെങ്കിൽ we can go out by 4:30. അങ്ങനെ പറയാം. ഓക്കെ. അപ്പോൾ ഈ ലേക്ക് സൈഡ് പ്രോപ്പർട്ടിയിൽ വൈഷ്ണവിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു സംഭവം സംഭവിച്ചില്ല. അതെന്താ? നമ്മളിപ്പോൾ ഷൂട്ട് തുടങ്ങാൻ പോകുമ്പോൾ ഞാൻ വീഴാൻ അയ്യോ, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ജെസ്റ്റർ കിട്ടിയില്ലേ നമുക്ക്? നമ്മള് അവിടുന്ന് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോയ സമയത്ത് ഇവിടുന്നാണോ അറിയില്ല, ഇവിടെ തന്നെയാണോ, ഇവിടുത്തെ ആണോ അറിയില്ല, ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് നമുക്കൊരു ഓറഞ്ച് മാതിരി ഉള്ള മാതോളി നാരങ്ങ, അതിന് ഇംഗ്ലീഷ് എന്താന്ന് എനിക്ക് അറിയില്ല, സത്യമായിട്ട് എനിക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു ഓറഞ്ച് ഇല്ലേ നമുക്ക് വയനാട്ടിലൊക്കെ പോകുമ്പോ ഈ ചുരത്തിലൊക്കെ എപ്പോഴും കാണലുണ്ട്. നമ്മൾക്ക് ഉണ്ടാവുന്ന ആ ഓറഞ്ച് എന്ന് പറയുന്ന ഓറഞ്ച് കളർ അല്ലായിരിക്കും, ഇത് കൈൻഡ് ഓഫ് പിങ്ക് വൈറ്റ്, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് നല്ല ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. അറിയണ്ടാവും, ഞാൻ മാത്രമായിരിക്കും ഇത് അറിയാത്ത. സത്യം. അപ്പൊ മാതോളി നാരങ്ങയുടെ ഒരു ചെറിയ പീസ് കൊണ്ട് തന്നെ നിങ്ങക്ക് വേണോന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. ഓക്കെ. സോ നമുക്ക് അവിടെ ഇരിക്കാം. ഇനി പറ, നമ്മൾ ഇത് ലേക്ക് സൈഡിന്റെ അടുത്താണ്, ലേക്കിന്റെ അടുത്താണ് ഈ പ്രോപ്പർട്ടി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? നിയർ ബൈ ലേക്ക്. നിയർ ബൈ ലേക്ക്, നിയർ ടു ദ ലേക്ക്. അത് പറയാം. വേറെ വേർഡ്സ് ഏതൊക്കെയാണല്ലേ? ദിസ് ഈസ് ക്ലോസ് ടു എ ലേക്ക് എന്ന് പറയാം. വെരി ഗുഡ്. പിന്നെ ഓർമ്മയില്ല. ദിസ് ഈസ് ബിസൈഡ് എ ലേക്ക് എന്ന് പറയാം. ബിസൈഡ് എന്ന് പറയുമ്പോ പറ. അടുത്ത് എന്നാണോ? ബിസൈഡ് എന്ന് പറഞ്ഞാലും അടുത്ത് തന്നെയാണ്. നെക്സ്റ്റ് ടു എന്നുള്ള ഒരു മീനിങ്. ഐ എം സിറ്റിംഗ് ബിസൈഡ് യു. പക്ഷേ ബിസൈഡ് യു ഉദ്ദേശിച്ചത് ഒരു സൈഡിലാണല്ലേ? പക്ഷെ ഇതിൽ കൺഫ്യൂഷൻ വരുന്ന ഒരു വേർഡ് ഉണ്ട്. ബിസൈഡിന്റെ കൂടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു വേർഡ് ഇസ് ബിസൈഡ്സ്. രണ്ടും വ്യത്യാസമുണ്ട്. ബിസൈഡും ബിസൈഡ്സും ലൈക്ക് ഒരു കണക്ഷൻ ഇല്ലാത്ത രണ്ട് വേർഡാ. എന്താണെന്നറിയോ? അതാ എനിക്കൊരു എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലേ? ബിസൈഡ് എന്ന് പറഞ്ഞാലാണ് ഈ അടുത്ത് എന്നുള്ള മീനിങ്. ബിസൈഡ്സ് എന്താണെന്നറിയോ? ഒരു സംഭവം നമ്മളിപ്പം പറയാണ്, എനിക്ക് പനിയുണ്ട്, കൂടാണ്ട് എനിക്ക് വയറുവേദനയുണ്ട്. സോ ബിസൈഡ്സ് ഫീവർ ഐ ഓൾസോ ഹാവ് സ്റ്റമക്ക് ഏക്ക്.
മനസ്സിലായോ? അപ്പോൾ ഒരു സാധനം കൂടാണ്ട് വേറൊരു സംഭവം എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സംഭവങ്ങളുടെ കൂടെ വേറെയും അത് കൂടാണ്ട് വേറെ എന്തോ ഉണ്ടെന്ന് പറയുമ്പോഴാണ് നമ്മൾ ബിസൈഡ്സ് യൂസ് ചെയ്യുക. ഇപ്പം അവൻ അത്ര നല്ലൊരു എംപ്ലോയി അല്ല, ബിസൈഡ്സ് ഈസ് ഓൾവേസ് ലേറ്റ്. അപ്പം അവൻ നല്ല എംപ്ലോയി അല്ല, കൂടാണ്ട് അവൻ ബിസൈഡ്സ് യൂസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സെന്റൻസ് can be used in both the sentence. I mean both the situations. ഒരു സംഭവം കൂടാണ്ട് വേറൊരു സംഭവം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ബിസൈഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ ബിസൈഡ് വെച്ചിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, യൂസ് ഇറ്റ് കറക്റ്റ്ലി. അപ്പോൾ നമ്മൾ ലേക്ക് സൈഡ് വ്യൂ കണ്ടു. ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കളിക്കുന്ന സാധനം അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കിനി അടുത്ത ഒരു ഞാനൊന്ന് തീർത്തോട്ടെ പ്ലീസ്. ഓക്കെ, സോ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഇനി നിങ്ങൾ ഈ ഒരു സംഭവത്തിൻ്റെ അടുത്താണെന്ന് പറയണമെങ്കിൽ നിയർ പറഞ്ഞു, ക്ലോസ് ബൈ പറഞ്ഞു, ബിസൈഡ് പറഞ്ഞു, ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ദാറ്റ് ബിലോ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോസിലൂടെയൊക്കെ ഒരുപാട് വേർഡ്സും വൊക്കാബുലറീസും യൂസേജസും ഒക്കെ പഠിക്കുന്നുണ്ടാവും. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക്സ് മുതൽ പഠിച്ച് വന്ന് നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി ഒരു ട്രെയിനിങ് കിട്ടിയാൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഈവൻ ബെറ്റർ. സോ ഇൻ ഓർഡർ ടു ഡു ദാറ്റ് യു ക്യാൻ ഈസിലി ജോയിൻ ആ കോഴ്സ്. പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ജോയിൻ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വേഗം ജോയിൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. ഇംഗ്ലീഷ് കഫേയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.